നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ വിഷു ദിനത്തിൽ നമ്മുടെ മുമ്പുള്ളത് കൂടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നന്മ മരങ്ങളായ ഡോക്ടർ അംബിക ദേവി, ശ്രീരാജൻ സാറുമാണ്. നമുക്ക് അവരിലേക്ക് ഒന്ന് പോകാം. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന അമ്മമാർക്ക് ഒരു കൈത്താങ്ങായി വർഷങ്ങളായി അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കാം. നമുക്ക് നോക്കാം. നമസ്കാരം മാഡം, എന്താണ് കൂടെ ട്രസ്റ്റിനെ കുറിച്ച് മാഡത്തിന് പറയാനുള്ളത്? 2000 മുതൽ ചാരിറ്റി സേവനത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങള് ഒന്നിച്ചു നിന്ന് പല സേവനങ്ങളും പുള്ളിക്ക് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ഞാൻ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ ചെയ്തു പോയി. ഇപ്പൊ പുള്ളി ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അദ്ദേഹവും ഞാനും കൂടെ ഇപ്പോൾ ഒരു കൂടെ ചാരിറ്റബിൾ ട്രസ്റ്റ്, മകളുണ്ടായിരുന്നു, മകള് കാനഡയ്ക്ക് പോയി. മകളും എല്ലാം കൂടെ ചേർന്ന് 3 വർഷമായി കൂടെ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ട്. ഞങ്ങൾ ചെയ്യുന്നത് ബ്ലൈൻഡ്സ്, കാഴ്ചയില്ലാത്തവരെ ഓണക്കോടി കൊടുക്കുക, അവർക്ക് അനാഥരായവർക്ക് ധാരാളം സഹായങ്ങൾ, ക്യാൻസർ പേഷ്യന്റിന് ധനസഹായം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ വിഷുദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളോട് പറയുന്നത്? നിങ്ങൾക്കും ഞങ്ങളുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ ഈ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരിക. ഈ പാവപ്പെട്ട അനാഥരായ അമ്മമാരെ സഹായിക്കുക. ഞങ്ങളൊരു ചാരിറ്റബിൾ ഒരു വൃദ്ധസ്ഥാനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ ഇപ്പോൾ ഉള്ള വൃദ്ധരെ ഞങ്ങളൊരു സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു അവർക്കൊരു ഇരിപ്പിടം സ്വന്തമാക്കണം. അതിൻ്റെ ഒരു മുന്നോടിയായി ഇപ്പം ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ അവിടെ ഒരു ബിൽഡിംഗ് കെട്ടണം. അത് എല്ലാവരുടെയും സഹായത്തോടെ അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ അമ്മമാരെ എത്ര പേരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുവരാം. ചെറിയൊരു സഹായം എല്ലാവരും ഉണ്ടാവണം. കൂടെ ട്രസ്റ്റിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ വിഷുപ്പുലരിയിൽ എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. നമസ്കാരം. സംസ്ഥാന ഉത്സവമായ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന ദിവസമാണ് ഈ വിഷുക്കാലം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ജാതിമത ഭേദമന്യേ ഈ ദിവസം ആഘോഷിക്കുന്നു. വൈലോപ്പിള്ളി കവിതയിലെ പോലെ മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ മേന്മയും മമതയും മണവും ഇത്തിരി കൊന്നപ്പോകും. കൂടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഞങ്ങളുടെയും ഒരു നല്ല വിഷുക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. വിഷു മലയാളികൾക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു ആഘോഷമാണ്. വിഷു എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ്. കൂടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും എന്റെയും പേരിൽ നല്ലൊരു വിഷുദിന ആശംസകൾ നേരുന്നു. നമസ്കാരം. ഞങ്ങളുടെ നാട്ടിൽ വിഷുക്കട്ട എന്ന് പറയുന്നൊരു പലഹാര രീതി കൂടെയുണ്ട്. അത് വേറൊരു നാട്ടിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അത് എനിക്ക് വളരെയധികം സന്തോഷമേകുന്നൊരു ആചാരമാണ്. അത് പറഞ്ഞുകൊണ്ട് ഈ കൂടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും എന്റെയും പേരിൽ വലിയ വിഷുദിനാശംസകൾ നേരുന്നു. നമസ്കാരം. എന്താണ് പറയാനുള്ളത്? എനിക്ക് വീട്ടിൽ ഡയറക്റ്റ്ലി വിഷു ആഘോഷിച്ചിട്ടില്ലെങ്കിലും എൻ്റെ അയൽവാസികളൊക്കെ ഹിന്ദുസ് ഉള്ളവരൊക്കെ നന്നായിട്ട് വിഷു ആഘോഷിക്കാറുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇവരെന്താ ചെയ്യണതെന്നുള്ളത്. എനിക്ക് പല കൾച്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു യുണീക്ക് കൾച്ചറാണ് വിഷു എന്ന് പറയുന്നത്. അപ്പം അത് അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ അവർ തരുന്ന സദ്യ, അപ്പോൾ അതിൻ്റെ പായസത്തിൻ്റെ സ്മെല്ല്, പിന്നെ ഈ കണിക്കൊന്ന, ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ വിഷു എന്ന് പറയുമ്പോൾ. പക്ഷെ ഇന്നത്തെ കാലത്തൊന്നും നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ആഘോഷിക്കുന്നില്ല. പണ്ട് ചെറുപ്പത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുമായിരുന്നു. നന്നായിട്ട് നമുക്കത് ഓർമ്മിക്കാൻ പറ്റും. പക്ഷെ അപ്പം ആ ഒരു ഓർമ്മയാണ് ഇപ്പോൾ വരുന്നത്. അപ്പം അത് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മെമ്മറിയാണ്. അപ്പം എല്ലാ മലയാളികൾക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു നല്ല വിഷു ബിഹാഫ് ഓഫ് കൂടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഞാൻ നേരുകയാണ്. നമസ്കാരം. എല്ലാ മലയാളികൾക്കും കൂടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിഷുദിനാശംസകൾ.